ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചൊരു സെക്ഷനാണ് സെക്ഷൻ 43 BH ഓഫ് ഇൻകം ടാക്സ് ആറ്റ് 1961. ഇൻകം ടാക്സിൽ ഒരു സെക്ഷനും അറിയത്തില്ലാത്ത ആൾക്കാർക്കും ലാസ്റ്റ് 1 year ആയിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും അറിയുന്നതുമായ ഒരു സെക്ഷനാണ് 43 BH എന്ന് പറയുന്ന സെക്ഷൻ. ആ സെക്ഷൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 43 BH എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷനാണ് 43B എന്ന് പറയുന്ന ഇൻകം ടാക്സിലെ സെക്ഷൻ. ഈ സെക്ഷൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് ഇൻകം ഉള്ള ഒരാൾ അവരുടെ ഇൻകം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആ ഇൻകം കണ്ടുപിടിക്കുന്നത് അവരുടെ ടേൺ ഓവറിൽ നിന്ന് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനാണ് അവർ ടാക്സ് പേ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഇൻകം കണ്ടുപിടിക്കുമ്പം ചില എക്സ്പെൻഡിച്ചറുകൾ അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ ആക്ച്വലായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സെക്ഷൻ 43B എന്ന് പറയുന്ന ഇൻകം ടാക്സിലെ സെക്ഷൻ പറയുന്നത്. നമുക്കറിയാം, ഒരാളുടെ ബിസിനസ് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അയാളുടെ ടേൺ ഓവർ അല്ലെങ്കിൽ ബിസിനസ് റെസീറ്റ് ചെയ്യുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ കുറയ്ക്കാം. പർച്ചേസ്, വേജസ്, ബാങ്ക് ഇൻട്രസ്റ്റ്, ഓഫീസ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, റിമൈനിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ 10 lakhs ആണെന്ന് വെച്ചു. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷനിലേക്ക് എടുക്കും. ഒരു പാർട്ണർഷിപ്പ് ഫെയിം ആണെന്ന് വെച്ചു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ പാർട്ണർഷിപ്പ് ഫെയിമിന് 30% ടാക്സ് വരും. അപ്പോൾ 10 lakhsൻ്റെ 30% 3 lakh rupees, അതിൻ്റെ കൂടെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലെ 12,000 രൂപയും കൂടി ആഡ് ചെയ്യുമ്പം 3,12,000 rupees ആയിരിക്കും ഈ ടാക്സ് ലൈബിലിറ്റി ഫോർ ദിസ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ 43Bയിൽ പറയുന്ന ഐറ്റംസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാക്സ് പേയ്മെൻറ്റ്, കോൺട്രിബ്യൂഷൻ ടു ദി എംപ്ലോയീസ് ബെനിഫിറ്റ്, എംപ്ലോയീസിന് കൊടുക്കുന്ന ബോണസ്, കമ്മീഷന്, ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ട്, ലീവ് എൻകാഷ്മെൻറ്റ്, ഇന്ത്യൻ റെയിൽവേസിന് എന്തെങ്കിലുമൊക്കെ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ പേയ്മെൻറ്റുകളാണ് നോർമലി 43B എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഈ പറയുന്ന എക്സ്പെൻസുകൾ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. എന്ന് പേ ചെയ്യണം? അന്ന് പേ ചെയ്യണമില്ല, അല്ലെ ആ ഫിനാൻഷ്യറി പേ ചെയ്യണമെന്നില്ല. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യണം. നമുക്കറിയാം, നോൺ ഓഡിറ്റഡ് കേസ് ആണെങ്കിൽ 31 ജൂലൈയും ഓഡിറ്റഡ് കേസ് ആണെങ്കിൽ 31 ഒക്ടോബറുമാണ് ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിലുള്ള ഈ പറയുന്ന പേയ്മെൻറ്റുകൾ പേ ചെയ്യാൻ നിങ്ങൾക്ക് 31 ജൂലൈ അല്ലെങ്കിൽ 31 ഒക്ടോബർ വരെ സമയമുണ്ട്. നമ്മൾ സെയിം എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഒരു 2 ലക്ഷം രൂപ 43B വരുന്നതെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വേജസിൻ്റെ അകത്ത് 2 lakhs ബോണസ് ടു എംപ്ലോയീസ് ആണ്. അത് നമ്മൾ പേ ചെയ്തില്ല. എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 2 lakh rupees നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 12 lakh rupees ആയിരിക്കും. അപ്പം നമ്മുടെ ടാക്സ് ലയബിലിറ്റി 12 lakh rupeesൻ്റെ 30% ആകും. അത് 3,60,000 ആയിരിക്കും. അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസും കൂടി ആഡ് ചെയ്യുമ്പം 3,74,400 ആയിരിക്കും. ഇതൊരു പാർട്ണർഷിപ്പ് ഫെയിമിനാണ്. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാളുടെ സ്ലാബ് റേറ്റ് അനുസരിച്ചായിരിക്കും ടാക്സേഷൻ വരുന്നത്. ഇനിയാണ് നമ്മൾ എന്തറിഞ്ഞിരിക്കേണ്ടത്? അതിനു മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2023-24 വർഷം നമ്മൾ ബോണസ് പേ ചെയ്യാണ്ട്, ആ ബോണസ് നമ്മൾ പേ ചെയ്തത് 30/6/2024 ഡിസലവൻസ് വരുമോ? വരത്തില്ല. കാരണം എന്നാണ്? നമ്മൾ ഈ പറയുന്ന ബോണസ് 43യിൽ വരുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുമ്പ് ആ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഡിസലവൻസ് വരത്തില്ല. ബോണസ് സെയിം എക്സാമ്പിൾ 2023-24 നമ്മൾ പേ ചെയ്തത് നവംബർ 30, 2024 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 2023-24 സാമ്പത്തിക വർഷം അവരുടെ ഇൻകം കണ്ടുപിടിക്കാൻ നേരത്ത് ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ ഡിസലവ് ചെയ്യുകയും നെക്സ്റ്റ് ഇയർ ആയി അത് അലോ ചെയ്യുകയും ചെയ്യും. കാരണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് ഡ്യൂ ഡേറ്റിന് ശേഷമായതുകൊണ്ടാണ്. ഇനിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സെക്ഷൻ 43Bൻ്റെ H എന്ന് പറയുന്ന ക്ലോസ് എന്താണ് പറയുന്നത്. 2023 ബഡ്ജറ്റിൽ വന്നാണ്. ഏകദേശം 1.5 വർഷം മുമ്പ് വന്നൊരു അമെൻമെൻ്റ് ആണ്. ഇപ്പോഴാണ് ആൾക്കാർ പതുക്കെ ഈ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെവർത്തിലെസ് 43BH എന്ന് പറയുന്ന സെക്ഷൻ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു എക്സ്പെൻസുകൾ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് പേ ചെയ്യാനുണ്ടെങ്കിൽ ഡിസലവൻസ് വരും എന്നാണ് പറയുന്നത്. അപ്പം ഡിസലവൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് മൈക്രോ എൻ്റർപ്രൈസസ് അല്ലെ സ്മോൾ എൻ്റർപ്രൈസസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
അത് ഇൻകം ടാക്സിലല്ല അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. MSMD ആക്ട് 2006 അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൈക്രോ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആ എന്റർപ്രൈസസിന്റെ 1 കോടി താഴെ ആയിരിക്കണം. ആൻഡ് അവരുടെ ടേൺ ഓവർ 5 crore താഴെയാണെങ്കിൽ അത് മൈക്രോ എന്റർപ്രൈസസ് ആയിരിക്കും. സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 10 crore താഴെയും അതോടൊപ്പം തന്നെ ടേൺ ഓവർ 50 crore താഴെയായിരിക്കണം. അപ്പോൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസസ് ആയിരിക്കുള്ളൂ. MSMED ആക്ട് മൈക്രോ എന്റർപ്രൈസസ്, സ്മോൾ എന്റർപ്രൈസസ്, മീഡിയം എന്റർപ്രൈസസുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 43BH എന്ന് പറയുന്ന സെക്ഷൻ മീഡിയം എന്റർപ്രൈസസിന് ആപ്ലിക്കബിൾ അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ചെയ്യാനുള്ളത് മീഡിയം എന്റർപ്രൈസസിനാണെങ്കിൽ ഡിസലവൻസ് സെക്ഷൻസ് വരില്ല. അത് വരുന്നത് ആകെ മൈക്രോ എന്റർപ്രൈസസിനും സ്മോൾ എന്റർപ്രൈസസിനും പേയ്മെന്റ് ചെയ്യുമ്പോൾ മാത്രമേ 43BH എന്ന് പറയുന്ന സെക്ഷൻ ആപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോൾ എന്നാണ് ഈ എമൗണ്ട് പേ ചെയ്യേണ്ടത്? നമുക്കറിയാം 43B എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നുണ്ട് 43Bയിൽ പേ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിന് ഡ്യൂ ഡേറ്റ് വരെ ഉണ്ട്. അതായത് 31st ജൂലൈ അല്ലെങ്കിൽ 31st ഒക്ടോബർ വരെ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 43BH എന്ന് പറയുന്ന ക്ലോസിന്റെ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSMED ആക്ടിൽ പറഞ്ഞേക്കുന്ന ടൈം ലിമിറ്റ് ആണ്. അപ്പോൾ MSMED ആക്ടിൽ പറഞ്ഞേക്കുന്ന ടൈം ലിമിറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ MSMED ആക്ട് അനുസരിച്ച് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, അതായത് പാർട്ടിയായിട്ട് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ പേ ചെയ്യണം. ഇപ്പം നമുക്കറിയാം പല ഇൻഡസ്ട്രിയിലും 6 മാസം 5 മാസം 3 മാസം വരെയൊക്കെ പേയ്മെന്റ് ടേംസിന്റെ എഗ്രിമെന്റ് ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ പേ ചെയ്യാനുള്ള ഇത് MSMED എന്റർപ്രൈസസുകൾക്കാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ പേ ചെയ്യണമെന്നാണ് MSMED ആക്ടിൽ പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കും എഗ്രിമെന്റ് എന്നാണ്. ഇൻവോയ്സിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഡ്യൂ ഡേറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ് ഡേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇഫ് നോ എഗ്രിമെന്റ്, ഒരു എഗ്രിമെന്റും പറഞ്ഞിട്ടില്ലെങ്കിൽ MSMED ആക്ട് അനുസരിച്ച് 15 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് MSMED എന്റർപ്രൈസസുകൾക്കാണെങ്കിൽ ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റിന്റെ 3 times ഇൻട്രസ്റ്റ് പേ ചെയ്യണമെന്നും MSMED ആക്ടിൽ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 31st മാർച്ച് 2024 നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനുള്ള പാർട്ടീസ് കണ്ടുപിടിക്കുക. ആ പാർട്ടീസ് MSMED രജിസ്റ്റേർഡ് അല്ല, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ നോ പ്രോബ്ലം, ഡിസലവൻസ് വരത്തില്ല. അവർ ഉദ്യം പോർട്ടലിൽ രജിസ്ട്രേഷൻ എടുത്തേക്കുന്നവരാണ്. ട്രേഡേഴ്സ് ആണെങ്കിലും ഡോണ്ട് വറി, ഡിസലവൻസ് വരത്തില്ല. അവർ മാനുഫാക്ചേഴ്സോ സർവീസ് പ്രൊവൈഡേഴ്സോ ആണ്, മീഡിയം എന്റർപ്രൈസസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരത്തില്ല? ഡിസലവൻസ് വരത്തില്ല. അവർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് ആണ്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, അവർക്ക് സെക്ഷൻ ആപ്ലിക്കബിൾ ആണ്. അവർക്കുള്ള പേയ്മെന്റിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ പേ ചെയ്യുക. ഒരു എഗ്രിമെന്റും ഇല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പേ ചെയ്യാം. അങ്ങനെയാണ് ഡിസലവൻസ് വരത്തില്ല. അല്ലെങ്കിൽ 31st മാർച്ച് 2024 നിങ്ങൾ പേ ചെയ്യാനുള്ള പാർട്ടീസിന്റെ പേയ്മെന്റ് ഈ പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ ഡിസലവൻസ് വരും. ദാറ്റ്സ് ഓൾ.